SFI മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോകുൽ ഗോപിനാഥ് BJPയിൽ ചേർന്നു. തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറിയായിരുന്ന ഗോകുൽ നിലവിൽ കുടപ്പനക്കുന്ന് ലോക്കൽ കമ്മിറ്റി അംഗവും മണ്ണടി ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്നു. BJP എന്റെ ഇഷ്ടമാണ്. രാവിലെ വരെ CPM ആയിരുന്നു. മരണം വരെ ഇനി BJP ആയിരിക്കും. BJPയുടെ ഭാഗമായി നിന്നപ്പോൾ ഉള്ളതുപോലെ പ്രവർത്തിക്കും. വെട്ടിയെടുപ്പുകാർക്ക് അവസരം കൊടുക്കുന്നതായി CPM സംഘടന മാറിയെന്നും ഗോകുൽ പറഞ്ഞു. 2021 ഗോകുൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചത്. തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ മദ്യപിച്ച് ഡാൻസ് ചെയ്തതിനെ തുടർന്ന് സംഘടനയിൽ നിന്നും ഗോകുലിനെ പുറത്താക്കിയിരുന്നു. എന്നാൽ അത് CPM നേതാക്കളുടെ ട്രാപ്പായിരുന്നുവെന്ന് ഗോകുൽ പ്രതികരിച്ചു. കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് സെനറ്റ് മെമ്പറായും ഗോകുൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതായാലും SFI നേതാവ് BJPയിൽ ചേർന്നത് CPMനും SFIക്കും വലിയ തിരിച്ചടിയായിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും വ്യാഴാഴ്ച രാവിലെയാണ് ഗോകുൽ ഗോപിനാഥ് അംഗത്വം സ്വീകരിച്ചത്. കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിലാണ് ഗോകുൽ ഗോപിനാഥ് ജനിച്ചത്. BJPയെ ഇഷ്ടമായതുകൊണ്ട് കൂടുതൽ ഊർജ്ജത്തോടെയും രാഷ്ട്രീയ ബോധത്തോടെയും പ്രവർത്തിക്കുമെന്നും ഗോകുൽ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പവർ ക്ലസ്റ്ററിന്റെ ഭാഗമായില്ലെങ്കിൽ അവിടെ നിലനിൽപ്പില്ല. ഇന്ന് CPMും കോൺഗ്രസും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടിലും നടക്കുന്നത് അഴിമതി തന്നെ. സന്തോഷത്തിനായി സുഹൃത്തുക്കൾക്കൊപ്പം നൃത്തം ചെയ്തതിന് തന്നെ വ്യക്തിഹത്യ ചെയ്തുവെന്നും ഗോകുൽ ഗോപിനാഥ് പറഞ്ഞു. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ 2016 തിരഞ്ഞെടുപ്പിൽ AKG സെന്ററിലെ LDFന്റെ വാർ റൂം ഇൻചാർജായിരുന്നു ഗോകുൽ ഗോപിനാഥ്. 10ാം വയസ്സ് മുതൽ ബാലസംഘത്തിലൂടെയാണ് ഗോകുൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയത്. 2021 SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും SFIയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായും കേരള സർവകലാശാല സെനറ്റ് സിൻഡിക്കേറ്റ് അംഗമായും പ്രവർത്തിച്ചു. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലോക്കൽ കമ്മിറ്റി അംഗവും മണ്ണടി ബ്രാഞ്ച് സെക്രട്ടറി ചുമതലയും ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻലാൽ കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് BJP അംഗത്വം സ്വീകരിച്ചിരുന്നു. കഞ്ഞിപ്പശയും സ്റ്റാപ്ലറും കൊണ്ട് റോഡിലെ കുഴിയടയ്ക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് യൂത്ത് ലീഗ്. വേറൊന്നും കൊണ്ടല്ല യൂത്ത് ലീഗ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും മരുമകനെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനെയും നന്നായി ട്രോളിക്കൊണ്ട് തന്നെയാണ് യൂത്ത് ലീഗ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഏതായാലും പ്രമുഖ മാധ്യമങ്ങളിലൂടെ ദൃശ്യങ്ങളും വാർത്തകളും പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിലും സജീവ ചർച്ചകളാണ്. ഏതായാലും ഒന്നൊന്നര പണിയാണ് യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ, അണികൾ മന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ഇതെന്തോന്നു പാച്ച് വർക്കാണോ ഇവിടെ നടക്കുന്നത്? പശ വെച്ചാണോ റോഡ് ഒട്ടിക്കുന്നത്? പ്രതീകാത്മകമായി അതുകൊണ്ട് തന്നെ പശയും സ്റ്റാപ്ലറും ഒക്കെ വച്ച് ഞങ്ങളും റോഡ് ഒട്ടിക്കുന്നു എന്ന് പറഞ്ഞ് നിഷേധിച്ചുകൊണ്ട് യൂത്ത് ലീഗ് പറയുന്നത്. ഏതായാലും പ്രതിപക്ഷം റോഡ് വിഷയം അതിശക്തമായി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ വാർഷികാഘോഷങ്ങൾ പൊടിപൊടിക്കുന്നതിനിടയിലാണ് അതിൻ്റെ എല്ലാം ശോഭ കെടുത്തുന്ന നീക്കങ്ങൾ. ഏതായാലും പ്രതിപക്ഷം അതിശക്തമായി തന്നെ ആഞ്ഞടിക്കുകയാണ്. മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും കൊണ്ടും കൊടുത്തും ഓരോ വിഷയങ്ങൾ അവതരിപ്പിച്ച് രംഗത്തുണ്ട്. ഏതായാലും റോഡ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ പരിഹസിച്ചുകൊണ്ട് പൊതുമരാമത്ത് മന്ത്രിയുടെ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും മുഖംമൂടി ധരിച്ചെത്തിയാണ് പശയും സ്റ്റാപ്ലറും ഒക്കെ വച്ച് റോഡിലെ കുഴിയടച്ച് യൂത്ത് ലീഗ് ട്രോളുമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. CPMനുള്ളിൽ ഒരു വിഭാഗീയതയും തമ്മിലടിയും കൂട്ടയടിയൊന്നുമില്ല. നേതാക്കന്മാർ ഒരേ മനസ്സോടെ പോവുകയാണെന്നൊക്കെ CPM ഇടയ്ക്കിടെ പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ലെന്ന് മാധ്യമങ്ങളും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും തെളിവുകൾ സഹിതം അക്കമിട്ട് നിരത്തുകയാണ്. വടകര CPM വിഭാഗീയത അന്വേഷിക്കാൻ കമ്മീഷൻ. മുഖ്യമന്ത്രിയുടെ പരിപാടിയിലെ ആളില്ലായ്മയും പരിശോധിക്കുമെന്നാണ് റിപ്പോർട്ട്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റാണ് ഈ കമ്മീഷനെ നിയമിച്ചത്. സംസ്ഥാന സമിതി അംഗം V വസീഫ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മാമ്പറ്റ ശ്രീധരൻ എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ. വടകരയിലെ CPM വിഭാഗീയത അന്വേഷിക്കാൻ 2 അംഗ കമ്മീഷനെ നിയോഗിച്ചു. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റാണ് ഈ കമ്മീഷനെ നിയമിച്ചത്. കഴിഞ്ഞ മാസം മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ആള് കുറഞ്ഞതുൾപ്പെടെയുള്ള വിഷയങ്ങൾ കമ്മീഷൻ പരിശോധിക്കുമെന്നാണ് റിപ്പോർട്ട്. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം. ജില്ലാ സമ്മേളനത്തിനിടെ വിഭാഗീയത മറനീക്കി പുറത്തു വന്നിരുന്നു. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് PK ദിവാകരനെ ഒഴിവാക്കിയതിനു പിന്നാലെ പ്രവർത്തകർ നേതൃത്വത്തെ പരസ്യമായി വിമർശിച്ചു. കഴിഞ്ഞ മാസം വടകര ജില്ലാ ആശുപത്രിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത ചടങ്ങിൽ ആളുകൾ കുറഞ്ഞത് അരമണിക്കൂറോളം പരിപാടി വൈകാനിടയാക്കിയിരുന്നു. വെയിലും കടുത്ത ചൂടും കാരണം ആളുകൾക്ക് വിസ്താരമായി ഇരിക്കാനായിരിക്കും വലിയ പന്തലിട്ടതെന്ന് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നു. പൊതുവെ വടകരയിലെ പരിപാടികളിൽ നല്ല ആൾക്കൂട്ടം ഉണ്ടാകാറുണ്ടെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരുന്നു. PK ദിവാകരൻ വിഷയത്തിലെ വിഭാഗീയത CPMന് തലവേദനയായി മാറിയിട്ടുണ്ട്. വടകരയിൽ നടന്ന CPM ജില്ലാ സമ്മേളനത്തിലാണ് PK ദിവാകരൻ ഉൾപ്പെടെ 11 പേരെ ഒഴിവാക്കി 13 പേരെ പുതുതായി ഉൾപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ദിവാകരനെ അനുകൂലിച്ചും നേതൃത്വത്തെ വിമർശിച്ചും പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ദിവാകരനെ ഒഴിവാക്കിയതിനൊപ്പം വടകര നഗരസഭാ അധ്യക്ഷ KP ബിന്ദുവിനെ ഉൾപ്പെടുത്തിയതും പ്രതിഷേധത്തിന് കാരണമായി.
TP ചന്ദ്രശേഖരൻ വധത്തിനു ശേഷം വലിയ പ്രതിസന്ധിയിലായ CPM TPയുടെ അടുത്ത സുഹൃത്തായ PK ദിവാകരനെ മുന്നിൽ നിർത്തിയായിരുന്നു വിശദീകരണ യോഗങ്ങൾ നടത്തിയത്. TP വധത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് വിശദീകരിക്കാൻ ബ്രാഞ്ചുകൾ തോറും പ്രസംഗിക്കാൻ ദിവാകരനെയാണ് നിയോഗിച്ചിരുന്നത്. അതേ ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയത് മറ്റൊരു വിഭാഗീയതയ്ക്ക് കാരണമായി. ഒരു കാരണവും വ്യക്തമാക്കാതെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ ദിവാകരൻ പാർട്ടിക്ക് പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് വടകരയിൽ CPM ഏരിയ കമ്മിറ്റിയും വിളിച്ചു ചേർത്തു. ദിവാകരനെ തഴഞ്ഞതിൽ പ്രതിഷേധിച്ച് മണിയൂർ തുറശ്ശേരി മുക്കിൽ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെ 40ഓളം പേർ പ്രതിഷേധ പ്രകടനവും നടത്തി. പാർട്ടിയിൽ തോന്നിയ പോലെ തീരുമാനമെടുക്കാമെന്ന് ആരും കരുതണ്ട എന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. വിഷയം വലിയ വിഭാഗീയതയിലേക്ക് പോകുമോ എന്നതാണ് പാർട്ടിയുടെ പ്രധാന ആശങ്കയും ചർച്ചയും. ഒഞ്ചിയത്ത് RMBIയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മണിയൂരിൽ പാർട്ടിയെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ ദിവാകരൻ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഏതായാലും ഒഞ്ചിയത്ത് ജനകീയനായ TP ചന്ദ്രശേഖരനിലൂടെ ഉടലെടുത്ത വിഭാഗീയത ദിവാകരന്റെ തട്ടകമായ മണിയൂരിലും അരങ്ങേറുമോ എന്നതാണ് CPM ആശങ്കപ്പെടുന്നത്. ഇതിനിടെ മന്ത്രി റിയാസുമായി തർക്കമില്ല, മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടിട്ടില്ല, വാർത്ത വാസ്തവവിരുദ്ധമെന്ന് പറഞ്ഞുകൊണ്ട് MP രാജേഷ്. മന്ത്രിമാരുടെ കൂട്ടയടി CPMനെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്നുള്ള ചോദ്യങ്ങളുമായി സോഷ്യൽ മീഡിയ പരിഹാസവും വിമർശനവും ഉയർത്തി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് മന്ത്രി മുഹമ്മദ് റിയാസുമായി തർക്കമില്ല, മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടിട്ടില്ല, വാർത്ത വാസ്തവവിരുദ്ധമെന്ന് പറഞ്ഞ് MP രാജേഷ് രംഗത്ത് വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡ് ഉദ്ഘാടനം സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടിട്ടില്ല. മറ്റൊരു യോഗത്തിൽ പങ്കെടുത്തത് കാരണമാണ് സ്മാർട്ട് റോഡ് ഉദ്ഘാടനത്തിന് പങ്കെടുക്കാതിരുന്നത്. തെരഞ്ഞെടുപ്പ് വർഷങ്ങളിൽ ഇത്തരം വാർത്തകൾ പ്രതീക്ഷിക്കുന്നുവെന്നും MP രാജേഷ് പ്രതികരിച്ചു. സ്മാർട്ട് റോഡ് ക്രെഡിറ്റിൽ ഭിന്നതയില്ലെന്നും പ്രചരിക്കുന്നത് അസംബന്ധമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എന്തോ കല്ലുകടി ഇല്ലേ എന്നാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയ ഉയർത്തുന്ന ചോദ്യം. തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡിന്റെ ക്രെഡിറ്റിനെ പറ്റി മന്ത്രിമാർക്കിടയിൽ ഭിന്നതയുണ്ടെന്ന വാർത്ത നിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അസംബന്ധമാണ് പ്രചരിക്കുന്നതെന്നും രാഷ്ട്രീയ ലക്ഷ്യമാണ് വാർത്തകൾക്ക് പിന്നിലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരോപിക്കുന്നു. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ശോഭ കെടുത്താനാണ് ശ്രമമെന്നും വിശദീകരണത്തിൽ പറയുന്നു. ആരോഗ്യ കാരണങ്ങളെ തുടർന്നാണ് മെയ് 16-ന് മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടിയിരുന്ന 3 പരിപാടികൾ റദ്ദാക്കിയതെന്നും വിശദീകരണമുണ്ട്. ഏതായാലും മന്ത്രി MP രാജേഷ് മുഖ്യമന്ത്രിയെ അതിർത്തി അറിയിച്ചതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. സ്മാർട്ട് റോഡിന്റെ ഉദ്ഘാടന പോസ്റ്ററുകളിൽ നിന്നും MP രാജേഷിനെ ഒഴിവാക്കിയതിനെതിരെയായിരുന്നു അതിർത്തി. പണം ചെലവാക്കിയ തദ്ദേശ വകുപ്പിനെയും കോർപ്പറേഷനെയും ഒടുവിൽ അവഗണിച്ചുവെന്നാണ് പരാതി ഉയർന്നത്. ഇതോടെയാണ് ഉദ്ഘാടന ചടങ്ങിൽ നിന്നും മുഖ്യമന്ത്രി വിട്ടുനിൽക്കുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാക്കി മാധ്യമങ്ങൾ രംഗത്ത് വന്നത്. ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ റോഡുകളുടെ ക്രെഡിറ്റ് സംസ്ഥാനം ഏറ്റെടുക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷനും ആയിടയ്ക്ക് രംഗത്ത് വന്നത്. ഏതായാലും സ്മാർട്ട് റോഡിന്റെ ക്രെഡിറ്റ് ആർക്ക്, കേന്ദ്രത്തിനോ സർക്കാരിനോ എന്നുള്ള ചോദ്യങ്ങൾ തന്നെ ചർച്ചയായിരുന്നു. ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാരിൽ തന്നെ പൊതുമരാമത്ത് വകുപ്പിനോ തദ്ദേശ വകുപ്പിനോ, അതായത് MP രാജേഷിനോ മുഹമ്മദ് റിയാസിനോ ക്രെഡിറ്റ് എന്നുള്ള ചർച്ചകളും സജീവമായിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് തദ്ദേശ വകുപ്പിനെ വെട്ടിയെന്നാണ് ആക്ഷേപം. ഏതായാലും മുഖ്യമന്ത്രി ഇതൊക്കെ നിഷേധിച്ചിരിക്കുകയാണ്. ഇതിനിടെയാണ് ദേശീയപാത 66 3 ജില്ലകളിൽ മണ്ണിടിച്ചിൽ വിള്ളൽ. മലപ്പുറം നെടുവിക്കോട്ടും തൃശൂർ ചാവക്കാട്ടും പാലത്തിൽ വിള്ളൽ. കണ്ണൂർ തളിപ്പറമ്പിൽ റോഡിടിഞ്ഞു. കണ്ണൂരിലും മലപ്പുറത്തും ജനങ്ങളുടെ പ്രതിഷേധം. വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ ചോദ്യങ്ങളാണ്. ദേശീയപാത 66-ൽ കണ്ണൂർ മലപ്പുറം ജില്ലകളുടെ ഏതാനും ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലും വിള്ളലും ഉണ്ടായതോടെ പാതയുടെ നിർമ്മാണ നിലവാരത്തെക്കുറിച്ച് ആശങ്ക ഉയരുന്നു. കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് റോഡ് തകർന്ന മലപ്പുറം കൂരിയാട്ടത്തു നിന്നും 3 കിലോമീറ്റർ അകലെ എടരിക്കാട് മമ്മാലിപ്പടിയിലെ പാലത്തിൽ വിള്ളൽ കണ്ടെത്തി. തൃശൂർ ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിലെ പാലത്തിലും മേൽപ്പാലത്തിലും 25 മീറ്ററിലേറെ വിള്ളൽ കണ്ടെത്തി. അധികൃതർ ഇത് താൽക്കാലികമായി ടാർ ചെയ്തടച്ചു. കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാത നിർമ്മാണ സ്ഥലത്തെ മണ്ണിടിച്ചിലിനും മണ്ണൊലിപ്പിനുമെതിരെ നാട്ടുകാരുടെ സമരം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുവശത്ത് പഴയ ദേശീയപാതയുടെ കുറച്ചു ഭാഗം ഇടിഞ്ഞു വീണു. ദേശീയപാതയിൽ അനിഷ്ട സംഭവങ്ങൾ ദൗർഭാഗ്യകരമെന്നും സർക്കാർ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയെന്ന് പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങൾ തീർത്തും ദൗർഭാഗ്യകരമാണെന്ന് മന്ത്രി പറഞ്ഞു. വാർത്ത അറിഞ്ഞ ഉടനെ ദേശീയപാത അതോറിറ്റിയെ ബന്ധപ്പെട്ടിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി. ദേശീയപാത അതോറിറ്റിയുടെ ടെക്നിക്കൽ ടീം ഫീൽഡിൽ പരിശോധന നടത്തി സമർപ്പിക്കുന്ന റിപ്പോർട്ട് ചർച്ച ചെയ്ത് മറ്റ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. ചാവക്കാടും ദേശീയപാതയിൽ വിള്ളലുണ്ട്. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ടാറിട്ട് മൂടുകയാണ് അധികൃതർ. വലിയ വിമർശനം ഉയരുകയാണ്. 50 മീറ്ററിലധികം നീളത്തിലാണ് വിള്ളലുണ്ടായത്. ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ അധികൃതർ ടാറിട്ട് വിള്ളൽ മൂടി. പണി നടക്കുന്ന സ്ഥലത്തുണ്ടായ വിള്ളലിന്റെ ദൃശ്യങ്ങൾ നാട്ടുകാരാണ് മൊബൈലിൽ പകർത്തിയത്.